1996 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും റാങ്കോടുകൂടി പുറത്തിറങ്ങി പിന്നീട് പരസ്യചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ, അതുപോലെ തന്നെ ലോഹിത സാറ്, ശശി സാർ ഉൾപ്പെടെയുള്ള, സിബി സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ സിനിമാറ്റോഗ്രാഫറായി പ്രവർത്തിക്കുകയും 22 വർഷത്തോളം ടീച്ചിങ് പ്രൊഫഷനിൽ ഉണ്ടായിരിക്കുകയും ഇപ്പോൾ 2023 കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ബലൂൺസ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും കൂടിയായിട്ടുള്ള സജൻ കളത്തലിനെ ദ വേ ടു സക്സസ് 0 to 100% എന്ന പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യമാണിത്. അതായത് ഇത് ഈ പുസ്തകം എന്നല്ല, 1000 പുസ്തകം വായിച്ചാലും നിങ്ങളൊരു ഫിലിം മേക്കർ ആവാൻ പോകുന്നില്ല. നിങ്ങൾ ഫിലിം മേക്കർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്യാമറയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയേ പറ്റൂ എന്നതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. സാജേട്ടൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിനെന്ന് പറഞ്ഞാൽ തികയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ കൗണ്ട് കറക്റ്റാകത്തില്ലായിരിക്കും. ലക്ഷക്കണക്കിനെന്ന് പറഞ്ഞാലും കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് സാജേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ പറയപ്പെടുന്ന കാര്യത്തിൽ എത്രത്തോളം ശരി തെറ്റുകളെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നില്ല, പക്ഷേ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിയാണ് സൈനോ, ഈ ക്യാമറ എടുത്തുകൊണ്ട് നമ്മൾ തെരുവിൽ ഇറങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊരു സത്യം തന്നെയാണ്, അതിനകത്തൊരു ഡൗട്ടോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് സിനിമ പഠിക്കാൻ തുടങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പം എൻ്റെ കുട്ടിക്കാലം നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സിനിമ കൂടുതൽ കാണുന്ന അന്നത്തെ പ്രീ ഡിഗ്രി സമയം അല്ലെങ്കിൽ ഡിഗ്രി സമയമൊക്കെയാണ് നമ്മൾ സിനിമ കൂടുതലും കാണുന്ന സമയം. അപ്പോൾ അന്നത്തെ സിനിമകൾ പലതും നമ്മൾ കാണുമ്പം, തിയേറ്ററിൽ പോയി കാണുമ്പം അത് നമുക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ. പല തിയേറ്ററിലെ കൊമേഴ്ഷ്യൽ സിനിമ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അന്നത്തെ പടങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് പിന്നീട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോഴും ആ സിനിമകൾ പലതും കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ അന്നത്തെ സിനിമകൾ കണ്ടിട്ട് അത് ആസ്വദിച്ചിട്ടുണ്ട്. അതേ തലത്തിൽ തന്നെ ഇന്നും സിനിമകൾ ആ സിനിമനെ കാണുമ്പോൾ നമുക്ക് ആസ്വദിക്കാറുമുണ്ട്, വിരോധമൊന്നുമില്ല. പിന്നെ ഇതിന് നമ്മൾ സിനിമ പഠിക്കാൻ പോയെന്നോട് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ തന്നെ ചില സിനിമകൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്ത് എന്തോ ഒരു സംതിങ് കൂടെ അറിയണമെന്നൊരു ക്വസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതന്വേഷിച്ചാണ് നമ്മൾ സിനിമ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പിന്നെ സിനിമ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ടൈപ്പിലുള്ള പടങ്ങൾ അത് കഴിഞ്ഞ് കാണുമ്പോഴും ഇപ്പോൾ അത് കാണുമ്പോഴും വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് സിനിമ പഠിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സീന് നമുക്കിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യും അല്ലേ. നമുക്കൊരു കൊമേഴ്ഷ്യൽ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മിക്കവാറും ഒരു സീനൊക്കെ കാണാം. ഇപ്പം നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മലയാളത്തിലൊരു എല്ലാവരും കണ്ട റെഫറൻസ് പറയുവാണെങ്കിൽ, തുവാനത്തുമ്പികൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വലിയ, ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം പോലെ പ്രതികാരമുണ്ട്. അതൊരു നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം പല പ്രാവശ്യം കാണുക എന്ന് പറഞ്ഞാൽ ആ സിനിമ നമ്മളെ അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെരിറ്റ് പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അതിന് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻട്രഡക്ഷൻ, ഒരു ഫ്യൂ ഷോർട്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ നമ്മുടെ ഇൻട്രഡക്ഷൻ സീൻ കഴിഞ്ഞ അവിടെ തന്നെ ഞാൻ പറയുന്നത് കറക്റ്റാണെന്നില്ല, കാരണം പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഓർമ്മയിലുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ ഇപ്പം നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നായകൻ്റെ ക്യാരക്ടർ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് കൂടുതൽ അയാളുടെ ഒരു ക്യാരക്ടർ, അയാളുടെ എങ്ങനെയാണൊരു നീറ്റ്നെസ്, അല്ലെങ്കിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് പുള്ളിയുടെ കാലിലിടുന്ന ചെപ്പലിന് കൊടുക്കുന്നുണ്ട്. അതിലൂടെ ആ ക്യാരക്ടറിനെ ബ്രിങ്ങപ്പ് ചെയ്യുന്നത്. കാരണം ആദ്യം തന്നെ തുടങ്ങുന്നത് അതിൻ്റെ ആ ചപ്പലിൻ്റെ വെള്ളമായിട്ടുള്ള സർഫസ് വളരെ പോളിഷ്ഡായിട്ട് കഴുകുന്ന ഒരു ഷോട്ടിൽ കൂടെ. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ചാണ് അതിൻ്റെ വള്ളി കഴുകുക, പിന്നെ അത് പാറയിലിട്ട് ഉരച്ച് അതിൻ്റെ സൈഡ് കഴുകുക. അപ്പോൾ അതിൽ കൂടെ തന്നെ ആ ക്യാരക്ടർ എന്തുമാത്രം ആ ഒരു നീറ്റ്നെസ്സും ആ ഒരു പെർഫെക്ഷനും എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പുള്ളി ബോഡിയൊക്കെ കഴുകി, അപ്പം സോപ്പ് തേച്ച് പതച്ച് പിന്നെ വെള്ളത്തിലോട്ട് ചാടുക, മനസ്സിലല്ലേ. ഈ വെള്ളത്തിലോട്ട് ചാടുന്നു, പിന്നെ വെള്ളത്തിലോട്ട് ചാടുന്നു, പിന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. ഓക്കെ, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആ ഒരു ഷോട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലുള്ളത് എന്താണെന്ന് വെച്ചാൽ,
ഈ വെള്ളത്തിലോട്ട് ചാടുന്ന ഷോട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ പൊങ്ങി വരുമ്പോഴത്തേന് പുള്ളിക്ക് ഒരു പുളി കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ പുളി എടുത്ത് കരയിലോട്ട് എറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പുളി കിട്ടുമ്പോൾ തന്നെ പുള്ളി പറയുന്നുണ്ട്, ആ പുളി എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ആ പുളി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ചെരുപ്പിൻ്റെ കഴിയിലൂടെയും ഈ പുളി എടുക്കുക. കാരണം പുളി കിട്ടുമ്പോൾ തന്നെ ഇപ്പം നോക്കി, ഇപ്പം നമ്മളൊരു ഓഫീസ് ഗോയറുടെ മുമ്പിലോട്ട് പുളി വീഴുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമല്ല. പക്ഷേ ഒരു അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മുമ്പിലോട്ട് പുളി കിട്ടുമ്പോഴത്തേന് അയാളുടെ അതിനോടുള്ള അഫിനിറ്റി ഭയങ്കരമായിട്ട് കാണിക്കും. പിന്നീട് നമുക്ക് മനസ്സിലാവും ഈ ക്യാരക്ടർ മഹേഷ് വീട്ടിൽ സ്വന്തമായിട്ട് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെന്ന്. അപ്പോഴാണ് ആ പുള്ളിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ആ സീൻ തുടങ്ങുമ്പോൾ തന്നെ ആ പുള്ളിന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. അല്ലാതെ പുള്ളിയുടെ മുന്നോട്ട് വരുന്ന പുള്ളി എടുത്ത് പുള്ളി ത്രോ ചെയ്യുമല്ല, ഒരു ഹാപ്പനിങ് അല്ല. പുള്ളി അതിൻ്റെ അത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും പുള്ളിക്ക് ആ പുള്ളി കിട്ടാറുമുണ്ട്. അതിനുവേണ്ടി പുള്ളി അതിനെ കിട്ടുമെന്നൊരു പ്രതീക്ഷ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ പുള്ളി വീണപ്പോൾ പുള്ളി എന്ന് നമ്മൾ അറിയാൻ തന്നെ പറയുമല്ലോ. ആ ഒരു ഡീറ്റെയിലിങ്, അങ്ങനത്തെ ഡീറ്റെയിലിങ്സ് ആ പടത്തിലുണ്ട്. കാരണം പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ പുള്ളി എടുത്ത് കരയിലോട്ട് എറിയുന്ന ഷോട്ട്, ആയിന്ന് കട്ടു ഒരു തോർത്തിങ്ങനെ സ്ലിപ്പ് ചെയ്യുക, മനസ്സിലായില്ല. അപ്പോൾ ഒരു ആക്ഷൻ്റെ തന്നെ അപ്പ് ആക്ഷൻ ഡൗൺ ആക്ഷൻ വന്നു. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കോമ്പോസിഷൻ തന്നെ മഹേഷിൻ്റെ എറിയുന്ന ഷോട്ടിൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്നെ കട്ട് ചെയ്യുമ്പോഴത്തേന് ഈ തോർത്തിൻ്റെ ഇങ്ങനെ ഒരു വീശലാണ് വരുന്നത്. അപ്പം മഹേഷിൻ്റെ തലയില്ല ഫ്രെയിമിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒത്തിരി ഒരു ഫിലിം ഡയറക്ടറെ സംബന്ധിച്ച് അതൊരു വിഷ്വൽ ലാംഗ്വേജിൻ്റെ പാർട്ട്, അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഇത് മൊത്തത്തിൽ ജംപ് കട്ടാണ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്മൂത്തനിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ തല നമ്മളല്ല ഡയറക്ടർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നാണ് മഹേഷ് കുനിയുമ്പോഴാണ് കാണുന്നത് ആ പുള്ളി വന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പുളികൾ എടുക്കുന്നു. ഓക്കെ, പുളികൾ എടുക്കുന്നു. അപ്പോൾ എടുക്കുന്നത് നമ്മളെ അപ്പോൾ റിയൽ ടൈം ഷൂട്ടും ജംപ് കട്ടും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം വരും. നമ്മൾ എറിയുന്നത് ഒരു പുളിയാണ്. കാരണം ഇത് എന്തിനാണ് ചെയ്യുന്നത്? ആ പുളി എടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ അലക്കി വെച്ചിരുന്ന തുണി എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ തുടങ്ങുമ്പോൾ കാണിച്ചിട്ടില്ല തുണി, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് പുള്ളി ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്നു പോകുന്ന ഷോട്ടാണ്. അപ്പോൾ ഇത്രയും ഷോട്ടുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ എന്താണ് ഡയറക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്? അതിൽ പുള്ളിയുടെ ക്യാരക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് അത് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു സ്കപ്റ്റിംഗ് ഓഫ് ടൈമുണ്ട്. ആ ഡ്യൂറേഷൻ നമുക്കൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ഡീറ്റെയിൽഡായിട്ട് കുളിക്കുന്ന ഒരാൾ, ഡീറ്റെയിൽഡായിട്ട് ചെരുപ്പ് കഴുകുന്ന ഒരാൾ, ഡീറ്റെയിൽഡായിട്ട് അലക്കുന്ന ഒരാൾ അവിടെ സ്പെൻഡ് ചെയ്തിരിക്കാവുന്ന ഒരു സമയമുണ്ട്. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ അവിടെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. നമുക്ക് ആ ഒരു എയർ മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ എയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഈ അവസാനം എടുക്കുന്ന ആ തുണി എടുക്കുമ്പോഴത്തേന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, നമ്മൾ ചെരുപ്പ് കഴുകുന്ന തുടങ്ങി, അതിന് മുമ്പേ പുള്ളി അവിടെ വന്നിരുന്നു ആ തുണി കഴുകി. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ പ്രീകോൾ അവിടെ വരുന്നുണ്ട്. പിന്നെ പുളി ഒരെണ്ണം എറിഞ്ഞു, 2 എണ്ണം വന്നു. അപ്പോൾ ഇങ്ങനെ വന്നത് കാരണം നമ്മൾ കാണുന്നുണ്ട് പുള്ളി വെള്ളത്തോട് ചാടുമ്പോൾ പുള്ളിക്ക് ആദ്യത്തെ പുളി കിട്ടുന്നത്. പുള്ളി പിന്നെ പുളി തുടർന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് 2ാമത്തെ പുളി കിട്ടി. പുള്ളി അതും എടുത്തു വെച്ചു, മനസ്സിലായി. അപ്പം ആ ഒരു ടൈം ഗ്യാപ്പ്, ഇങ്ങനെയാണ് ഒരു സിനിമയുടെ ഒരു സ്കപ്റ്റിംഗ് ഓഫ് ടൈം പോകുന്നത് നറേറ്റിവിറ്റിയിൽ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ആ സിനിമയിൽ നമുക്ക് ആ ടൈറ്റിൽ ഷോങ്ങിൽ 4-5 ഷോട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി അങ്ങോട്ട് എല്ലാ ഷോട്ടുകൾക്കും നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊരു അനാലിസിസ് ഉള്ളൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ പഠിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ആ വിഷ്വൽ ലാംഗ്വേജിലായിട്ട് അങ്ങനെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയുടെ ഒരു പഠനം നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളൊരു 96-ലാണ് സാഞ്ചേട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മളൊക്കെ തമ്മിൽ കാണുന്നത്. അപ്പം അന്ന് നമ്മൾ സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനും സാഞ്ചേട്ടനും കൂടെ പേഴ്സണലി സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് അന്ന് കുറേ അധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാഞ്ചേട്ടൻ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ഗണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് സംസാരിച്ച ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഈ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു മലയാളത്തിലൊരു റിയലിസ്റ്റിക് സിനിമ എന്ന് പറയാം. അപ്പോൾ ഇതിൽ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ റിയലിസം എന്ന് പറയുന്നത് ആളുകൾ വിചാരിക്കുന്നത് ഭയങ്കര നാച്ചുറലി ഈ കാണുന്ന സാധനത്തിനെയാണ് റിയലിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ മഹേഷിൻ്റെ പ്രതികാരം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മഹേഷിൻ്റെ പ്രതികാരത്തിനകത്ത് കൃത്യമായിട്ട് പിന്നെ ഒരു ഡ്രാമയുണ്ട്, അതിനകത്ത് പിന്നെ ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന എലമെൻ്റുണ്ട്. അങ്ങനെ കൃത്യമായിട്ടും അതിൻ്റെ ഈ സാജേട്ടൻ പറഞ്ഞ പോലെ ആ സിനിമയുടെ എന്താ പറയുക തിയറിറ്റിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്ട്രക്ചറിൽ നിന്നിട്ട് തന്നെയാണ് ആ കഥ പറഞ്ഞേക്കുന്നത്. പക്ഷേ സാധാരണ കാണുന്ന ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെ
വളരെ നൈസായിട്ട് സാധാരണഗതിയിൽ സംഭവിക്കുന്ന എഫർട്ട്ലെസ്ലി പോകുന്ന ഒരു സിനിമയായിട്ടായിരിക്കും കാണുന്നത്. ശ്രീനു ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലായി. അത് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ശരിയാണ്, ഇപ്പോഴത്തെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും. പക്ഷേ അവിടെയാണ് നമ്മളുടെ മേജർ ഡിഫറൻസ് ഇരിക്കുന്നത്. നമ്മൾ ഹ്യൂമൻ എന്താ പറയുക, നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ അല്ലേ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഞങ്ങൾ ടെക്നിക്കലായിട്ട് പറയുന്നത് അതിൻ്റെ ലാറ്റിറ്റ്യൂഡെന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഹോൾഡിങ് കപ്പാസിറ്റി ഓഫ് ഫിലിം എന്നൊക്കെ പറയും. അപ്പോൾ അത് കണ്ണിന് ഭയങ്കര കൂടുതലാണ്. അപ്പം കണ്ണിന് കൂടുതലാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വ്യക്തതയുണ്ട്, എല്ലാ പാർട്ടും വ്യക്തതയുണ്ട്. അപ്പോൾ ആ വ്യക്തത ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ കണ്ണിനുള്ള കഴിവ് പോലെ ക്യാമറയ്ക്ക് കഴിവൊന്നുമില്ല. അപ്പോൾ അത് റിയലിസ്റ്റിക്കായിട്ട്, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല നമ്മൾ റിയലിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് തിയേറ്ററിലോട്ടൊരു വിഷ്വൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡയറക്റ്റ്ലി റിയലിസ്റ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പലതരത്തിലുള്ള, അവിടെയാണ് നമ്മളുടെ ഫോട്ടോഗ്രാഫറുടെ ഒരു ടാലൻറ്റ് മാറ്റർ ചെയ്യുന്നത്. നമ്മുടെ ടെക്നിക്കൽ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുന്നത്. കാരണം നമുക്ക് സഫീഷ്യൻ്റായിട്ടുള്ള ലൈറ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുതകുന്ന ആ ഒരു പർട്ടിക്കുലർ സീൻ ചെയ്യുമ്പോൾ അതിനുതകുന്ന ലൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം പോരാ, അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു, കാരണം ഒരു എല്ലാ പ്രതലങ്ങളും നമ്മൾ 3 ഡയമെൻഷണൽ ഫോമിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ 3 ഡയമെൻഷണൽ ഫോമിൽ തന്നെ അതിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിലാണ്, അവിടെയാണ് അതിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഇതിൽ കാരണം ഇപ്പം നമുക്ക് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഷോട്ട് നല്ലതാണ്. കാരണം എനിക്കെപ്പോഴും നമ്മുടെ മകളുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാം സേഫ് നല്ലതാണെന്ന് പറയും. പക്ഷേ സീനിന് വേണമെങ്കിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്, ഞാനൊരു സ്റ്റൈലൈസ്ഡ് ആയിട്ടൊരു ഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും എൻ്റെ ഷോട്ട് നല്ലതാണെന്ന്. അപ്പോൾ സീനിന് എന്നെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊരു റിയലിസ്റ്റിക് ആയിട്ട്, അതായത് സീന് ചോദിച്ച പോലെ ഒരു നാച്ചുറൽ ലുക്കിലുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ സീനിന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ ഞാൻ കാണുമ്പോൾ ഉള്ള നാച്ചുറാലിറ്റിയിൽ നിന്ന് അപ്പം എന്ന് ചോദിക്കാൻ പറ്റും. അപ്പോഴാണ് ഒരു ചോദ്യവും ആ ഉത്തരത്തിന് മറുപടിയും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പ്രേക്ഷകൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം അവിടെ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇതായിരിക്കും. സ്റ്റൈലൈസേഷൻ വളരെ എളുപ്പമാണ് ആക്ച്വലി. നോർമലായിട്ടൊരു റിയലിസ്റ്റിക് അവസ്ഥയിൽ എടുക്കാനായിട്ടാണ് പാട്. അത് ചെയ്തെടുക്കാൻ പാടുമാണ്. അതിന് കുറച്ചധികം പഠനവും ആവശ്യമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ, ആ ഗണത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സിനിമോട്ടോഗ്രാഫിയിൽ വരുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതമായ അറിവിലും ഓർമ്മയിലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മലയാളത്തിൽ റിയലിസ്റ്റിക് സിനിമോട്ടോഗ്രാഫിയിൽ വരുന്ന സിനിമ എന്ന് പറയുന്നത് ഭൂതകണ്ണാടിയാണ്. സാജേട്ടൻ അതിനകത്ത് അല്ല, ഭൂതകണ്ണാടിയല്ല, മലയാളത്തിൽ വളരെയധികം സിനിമകളുണ്ട്. എൻ്റെ എനിക്കറിയാവുന്ന, ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയാണ് ഭൂതകണ്ണാടിയിലെ വരുന്നത്. ഭൂതകണ്ണാടി അതിൻ്റെ സിനിമോട്ടോഗ്രാഫിയിലും അതിൻ്റെ ഡയറക്ഷനിലും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു. അപ്പം ഇപ്പം ഈ പറഞ്ഞ കോണ്ടക്സ്റ്റിൽ തന്നെ പക്ഷേ അതിൻ്റെ ഡയമെൻഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ പറയപ്പെടുന്ന മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ ഡയമെൻഷനിലല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷം വേണു സാർ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനം എടുക്കുന്ന കാരണം ഫോട്ടോഗ്രാഫി വളരെ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിനിമാറ്റോഗ്രാഫിയുടെ കാര്യം പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. കൺസിസ്റ്റൻസി, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഇമോഷൻസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്ന ആംഗിൾസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് വേണുസാറിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യുന്നതും വർക്ക് പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. മനസ്സിലായി. അല്ല, അതിന് മുമ്പ് തന്നെ പിന്നെ സാഞ്ചേട്ടൻ വേണുസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ സിനിമ അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് ഞാൻ ഉദ്യാനപാലൻ എന്ന് പറയുന്നൊരു പടത്തിന് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഡിപ്ലോമ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു മന്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ അടുത്ത പടത്തിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ 3 വർഷത്തോളം സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്കൊന്ന് ദയയും പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പടമായിരുന്നു എൻ്റെ ലാസ്റ്റ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ഞാൻ ചോദിക്കുന്നത് ദയയാണോ ആദ്യം? ദയായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. ഉദ്യാനപാലൻ, പിന്നെ ഭൂതക്കണ്ണാടി, അങ്ങനെ പിന്നെ ഒരു 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വേണുസാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വേണുസാറിൻ്റെ അടുത്ത് നിന്ന് മാറിയതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യത്തെ സിനിമ ചെയ്തത് ശിവപ്രസാദ് സാറിൻ്റെ ഭേരി എന്ന് പറയുന്ന സിനിമയായത്. ഭേരി അത് 2000 ഭൂതക്കണ്ണാടിയുടെ കാര്യം പറഞ്ഞു, പിന്നെ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ കാര്യം പറഞ്ഞു.
ഇത് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് സിനിമോട്ടോഗ്രാഫിയിൽ എത്രത്തോളം വളരെ ചലഞ്ചിങ് ആണെന്നുള്ളൊരു കാര്യത്തിലേക്ക് പറഞ്ഞു. അപ്പം കമ്പാരിറ്റീവ്ലി ആളുകൾ കുറച്ചുകൂടെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നതും ഇമ്പ്രസ്ഡ് ആവുന്നതും ചില സ്റ്റൈലിസ്റ്റ് ഇപ്പം അമൽ നീരജ് സിനിമകളുടെ സിനിമോട്ടോഗ്രാഫി സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. സിനിമോട്ടോഗ്രാഫിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നന്നായിട്ട് റീൽസൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ ചെയ്യാമോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. ചില ഇപ്പം ഇപ്പം പണ്ടത്തെ പോലെ കല്യാണ വീഡിയോ എടുക്കുന്നത്, ഭയങ്കര മനോഹരമായിട്ട് കല്യാണ വീഡിയോ എടുക്കുന്ന, ഇഷ്ടംപോലെ ഫെസിലിറ്റീസൊക്കെ വെച്ചിട്ട് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അത്തരത്തിലുള്ളൊരു മേക്കിങ്ങും ഒരു ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമോട്ടോഗ്രാഫിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അത് നമുക്ക് അതിനു വേണ്ടിയിട്ട് പഠിക്കേണ്ടി വരും, പഠിക്കുക തന്നെ വേണം. ഇപ്പം സിനിമയുടെ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചതിൽ സിനിമയുടെ നല്ല പോട്ടെ, സിനിമ ആദ്യം സിനിമ പറഞ്ഞ തന്നെ റീൽസും അതായത് നമ്മുടെ എന്താ പറയാ കല്യാണ വീഡിയോ ഒക്കെ എടുക്കുന്ന വെഡിങ് ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പം നമുക്ക് അതിന്റെ ബേസ് പറയാം. ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സിമ്പിളായിട്ട് പറയുക. അപ്പോൾ സിനുവിൻ്റെ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി തന്നെ ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയിട്ട് ടെക്നോളജി. നമുക്കൊരു ഇപ്പോൾ ഒരു ഫോൺ എല്ലാ ഫോണുകളും ഇപ്പോൾ നല്ല ക്യാമറകൾ. അപ്പം ഐഫോൺ ആണെങ്കിൽ ടു ഗുഡ് അല്ലേ. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നിസ്സാരം ഒരു ഫോട്ടോ എടുക്കണം, നമ്മുടെ ഒരു ഐഫോൺ എടുക്കുക, നമ്മൾ പഠിച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പ്രിൻ്റ് അടിച്ച് നമ്മുടെ ഒരു ഫോട്ടോ, അത് പോർട്രേറ്റ് എന്ന് നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുക്കണം, നമുക്കൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ക്ലിക്ക് എടുത്ത് തരും അല്ലേ. പക്ഷേ നമ്മളൊരു പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ, അതും ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു പോർട്രേറ്റാണ്. ഒരു പോർട്രേറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഒരു നല്ല ഫോട്ടോഗ്രാഫർ നമുക്കൊരു സീരിയസ് ആയിട്ട് പോർട്രേറ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഞാൻ ശ്രീനു എന്നോട് തന്നൊരു ശ്രീനുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറയുവാണെങ്കിൽ തന്നെ എൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ശ്രീനുവിലേക്ക് വരും. കാരണം ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നത് നിസ്സാരം ഒരു ടെക്നിക്കലായിട്ട് ശ്രീനു ഇത് എവിടെ ആയിരിക്കും പൊസിഷൻ ചെയ്യാൻ പോകുന്നത്, വീട്ടിൽ ചിലപ്പം കുറച്ച് ഉയരത്തിലാണോ വെക്കുന്നത് അതോ ഹൈ ലെവലിലാണോ വെക്കുന്നത്, അതറിഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നത് ചോദ്യമായിരിക്കാം. പിന്നെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു മൊമെൻ്ററി ആയിട്ട് ഉപയോഗിക്കാനാണോ അതോ ഇനി നമ്മൾക്ക് ഒരു ഫോട്ടോ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ അത് അടുത്ത തലമുറ നമ്മളെപ്പറ്റി കാണണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഷനോടുകൂടി എടുക്കുന്നൊരു ഫോട്ടോയാണോ. അപ്പോൾ ആ ചോദ്യം എല്ലാം കഴിഞ്ഞാലേ എനിക്കൊരു ഈ പോർട്രേറ്റ് എടുക്കുന്നതിനെ പറ്റി എൻ്റെ മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞായിരിക്കും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്, മനസ്സിലായില്ലേ. അപ്പം അതിന് ഉപയോഗിക്കുന്ന ക്യാമറകൾ മാത്രമല്ല, ഇപ്പോൾ ഒരു ബേസിക്കായിട്ടൊരു ഫോട്ടോ എടുക്കുന്നതിന് നമുക്കൊരു മേക്കപ്പ് വേണം അല്ലേ. മേക്കപ്പ് വേണമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാ ആരുടെ അനാട്ടമി എടുത്താലും അതിനൊരു മേക്കപ്പ് ഇല്ല, നമുക്ക് കറക്റ്റീവ് സാധനം വേണം. അപ്പോൾ അതിന് കറക്ഷൻ മേക്കപ്പ് വേണം. ഇപ്പോൾ കറക്ഷൻ മേക്കപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പോഴത്തെ ബ്രൈഡൽ മേക്കപ്പ് പോലത്തെ ഒരു സംഭവമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കറക്റ്റീവ് മേക്കപ്പ് തന്നെ. എൻ്റെ ഒരു കറക്റ്റ് മേക്കപ്പിനെ പറ്റി അറിയാവുന്ന ഒരാളുടെ ഒരു കറക്റ്റീവ് മേക്കപ്പ്. അപ്പോൾ അതിനൊരു മേക്കപ്പിൻ്റെ ആവശ്യം വന്നു, അത്ര നോളജബിളായിട്ടുള്ളൊരു ആവശ്യം വന്നു. പിന്നെ ഇപ്പം ശ്രീനുവിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടറിനാണല്ലോ നമ്മൾ അടുത്ത ഒരു ജനറേഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ആണ്. അപ്പോൾ അതിൻ്റെ അത് കോസ്റ്റ്യൂം വന്നു, അതിൻ്റെ കളർ വന്നു. അപ്പം ആ കളർ വരുമ്പോഴത്തേനും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളറാണെന്നുള്ള ചിന്ത വന്നു. അപ്പോൾ അവിടെ ഒരു ആർട്ട് ഡയറക്ഷൻ വന്നു, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനൊരു ഫോം. പിന്നെ ഒരു മനുഷ്യൻ്റെ ഒരു ക്ലോസപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം ഒരു ഫേസ് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മസിൽസൊക്കെ ഒന്ന് ആക്ടിവേറ്റഡ് ആവും. പിന്നെ മേക്കപ്പ് വന്നു. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഡീറ്റെയിൽസിലോട്ട് വന്നു. അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. നമ്മുടെ സീനിയർ കണ്ടിട്ടുണ്ടാവും, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും മമ്മിയും മരിച്ചുപോയി. അപ്പം അച്ഛനും മമ്മിയുടെ എൻ്റെ കൊച്ച് വളരെ എന്താ പറയുക, എൻ്റെ നേഴ്സറി സ്കൂളിൽ ആ സമയത്ത് ഞാൻ ഓർക്കുന്ന അച്ഛൻ്റെ മമ്മിയുടെ ഒരു ഫോട്ടോ, പെരുന്നാളുള്ള സ്റ്റുഡിയോ ചിത്ര എന്ന് പറയുന്ന സ്റ്റുഡിയോ ഇല്ല, അത് ഫോട്ടോ എടുത്ത അവിടെ അച്ഛൻ അറിയാവുന്ന ഫോട്ടോ, അപ്പോൾ അവിടെ തൂക്കുന്ന ഫോട്ടോ. പക്ഷെ ഇപ്പോൾ ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ
അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം വളരെ ജീവസിൻ്റെ പടമെന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനത്തെ ഒരു പടം. അതൊരു ഒരു അന്നത്തെ നാട്ടിലുള്ള ഒരു സ്റ്റുഡിയോയിലെ ഒരു ഫോട്ടോഗ്രാഫറുടെ പെർഫോമൻസാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അപ്പോൾ അത് അതുപോലെ തന്നെ അതിൻ്റെ ടോൺസ്, സ്കിൻ ടോൺസ് പെർഫോമിങ് ആണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ ചോദിച്ചില്ല സിനിമയുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഫോട്ടോ 2 ഇൻഡിപെൻഡൻറ്റ് ഫോട്ടോ, അച്ഛൻ്റെ ഒരു ഫോട്ടോ, മമ്മിയുടെ ഒരു ഫോട്ടോ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കുന്ന പോലെയാണ് അതിൻ്റെ കമ്പോസിഷൻ വരുന്നത്. കാരണം അച്ഛൻ്റെ ലെഫ്റ്റ് പ്രൊഫൈലും മമ്മിയുടെ റൈറ്റ് പ്രൊഫൈലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ ഇത് അവർ തമ്മിലുള്ള അഫിനിറ്റി അതിനകത്ത് ഭയങ്കരമായിട്ട് വ്യക്തമാണ്. അത് ഒരു റൂമിൻ്റെ 2 അറ്റത്ത് കൊണ്ട് വെച്ചാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത്. അത് അവരുടെ ലൈഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയുള്ള ലൈഫാണ് അവർ ലീഡ് ചെയ്തെന്നുള്ളത്. അപ്പോൾ അത് ഫോട്ടോഗ്രാഫറുടെ വലിയ കോൺട്രിബ്യൂഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞത്, ഞാനൊരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അത് രണ്ട് ഫാർവേയാണ് അവർ തന്നെ നോക്കിയിരിക്കുന്നത്. ഇനി ആ ഫോട്ടോ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ 40 വർഷം മുമ്പ് ടെക്നോളജി ഇതിനേക്കാളും എത്രയോ വേറൊരു അനലോഗ് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്താണ്. അന്നെടുത്ത ഫോട്ടോയ്ക്ക് ഇന്നും അതിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് പോലും ഡിഫക്റ്റ് വന്നിട്ടില്ല. അന്നെടുത്ത അതേ ക്ലാരിറ്റിയോട് തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിൻ്റെ ആ ഫോട്ടോഗ്രാഫിയുടെ മികവ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓരോ ആ ഹെയർ പോലും നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു മൊത്തം അനാറ്റമിക്കൽ സ്ട്രക്ചർ അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അന്നത്തെ ഫോട്ടോഗ്രാഫേഴ്സ്, ഇന്ന് സിനിമ പറഞ്ഞ പോലെ റീൽസും ഒക്കെ ആയിട്ട് മാറുന്ന ഇന്നത്തെ ഫോട്ടോഗ്രാഫേഴ്സും അന്നത്തെ ഫോട്ടോഗ്രാഫർ, അന്ന് ഒരു ഞാൻ പറയുന്ന ഒരു വലിയൊരു അക്കാഡമിക്കൽ സ്റ്റഡി ഒന്നും കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ അല്ല. നമ്മുടെ റീജിയണലായിട്ടുണ്ടായിരുന്ന പെരുന്നേൽ, ചങ്ങനാശ്ശേരി പെരുന്നേലുള്ള ചിത്ര സ്റ്റുഡിയോയിലാണ് എടുത്തത്. അപ്പോൾ ആ ചേട്ടനെ കുറിച്ച് തന്നെ ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീൽ വരുന്നുണ്ട്. കാരണം പുള്ളിയുടെ ജോബിനോട് ഉള്ള പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, നോളജ് ആയിട്ടാണ് പുള്ളി അത് ചെയ്തത്. അപ്പോൾ ആ ഫോട്ടോ, അതുപോലൊരു ഫോട്ടോ ഇപ്പം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ടെക്നോളജി ഇത്രയും ഇതായിട്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്. വളരെ ചുരുക്കം. ഇപ്പോൾ പത്രത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചില ഫോട്ടോസിന്, ഞാൻ സ്ഥിരം ഫോട്ടോ ഈ എന്താ പറയുക, ഈ വരുന്ന ഫേസസ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം അങ്ങനെയുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മികവുള്ളൊരു ഫോട്ടോ കാണാറുള്ളൂ. അപ്പോൾ ഈ ടെക്നോളജി ഇത്രയും ഇമ്പ്രൂവ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത്? അത് പ്യുവർലി എസ്തെറ്റിക്കൽ നോളജാണ്, അല്ലെങ്കിൽ എസ്തെറ്റിക്കൽ പഠനം ഉണ്ടായിരുന്നുണ്ടാണ്. അപ്പോൾ ഇതാണ് ഫോട്ടോഗ്രാഫിയുടെ ഒരു അതിൻ്റെ ഏറ്റവും ബേസ് പറഞ്ഞാലുള്ളൊരു പഠനം. അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോഴത്തേന് അത്രയധികം ഒരു പഠനം വേണ്ട ഒരു മേഖല ഇത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 96 പൂനെയിൽ നിന്ന് പാസ് ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സ് 3 ഇയേഴ്സ് ബിഫോർ എന്ന് പറയുമ്പോൾ 93 പോയിട്ടുണ്ട്. അപ്പോൾ ഈ 93 ശരിക്കും ഈ സിനിമ പഠിക്കണം എന്ന് പറഞ്ഞൊരു ആഗ്രഹം തോന്നാനിടയായ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം. ഞാനിപ്പോൾ ഈ ഫോട്ടോയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഓർത്തത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നായിരുന്നു ആ കാലത്ത് അങ്ങനെ പൂനെ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നും അവിടെ സിനിമ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ചിന്തകളുള്ള ആളുകളും അറിവുള്ളവരും വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് ഒരു സിറ്റുവേഷനിലാണ് എനിക്കൊരു സിനിമോട്ടോഗ്രാഫർ ആവണം എന്നൊരു തോന്നൽ ആദ്യം തോന്നിയത്? ഇതുപോലെയുള്ള ആളുകളുടെ ഇൻസ്പിറേഷനും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. എന്നാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവാനുള്ള തോന്നൽ വളരെ ചെറുപ്പത്തിൽ തോന്നിയതാണ്. ഒരു 7th സ്റ്റാൻഡേർഡൊക്കെ ഉള്ളപ്പോൾ തോന്നിയതാണ്. പക്ഷേ ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സിനിമ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് സിനിമ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അല്ലേ, നമുക്ക് അക്കാഡമിക്കലായിട്ട് പഠിക്കാം, അല്ല അസിസ്റ്റ് ചെയ്ത് പഠിക്കാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പ്രിഫർ ചെയ്തത് ഒരു അക്കാഡമിക്കൽ പഠിത്തം. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അന്വേഷിച്ചത്. അന്ന് നമുക്ക് ഇതുപോലുള്ള ഇപ്പോൾ ഒത്തിരി മീഡിയ കോളേജുകൾ, ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത സമയമാണ്. എൻ്റെ അന്വേഷണത്തിൽ നിന്ന് അന്ന് ഉണ്ടായിരുന്നത് ചെന്നൈയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഞാൻ ടെസ്റ്റ് എഴുതി, പക്ഷേ +2 കഴിഞ്ഞു. പക്ഷേ എനിക്ക് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന FT ഉണ്ടായിരുന്നു പൂനെയിൽ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. അവിടെ 6 സീറ്റും ഒക്കെ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അവിടെ തന്നെ. പക്ഷേ ഒരു തീരുമാനം എടുത്തായിരുന്നു, അവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫിയിൽ തുടരത്തില്ലെന്ന്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനത് ഫോട്ടോഗ്രാഫി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം അഡമൻ്റായിട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷം അതും പോരാ, ഇനിയും പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് 3 വർഷത്തോളം വേണുസാറിൻ്റെ കൂടെ നിന്ന് പഠിച്ചത്. അപ്പം പഠനം അക്കാഡമിക്കലായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, അതിലും പോരാഴികളുണ്ട്. അപ്പോൾ അതോടെ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ പിന്നെ പ്രാക്ടിക്കലായിട്ട് 3 വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ചത്.
അപ്പോൾ അങ്ങനെ ഉള്ള എന്നോട് ആണ് ഈ സിനിമ പഠിക്കണോ എന്നൊരു ചോദ്യം വരുമ്പോഴാണ് ഞാൻ പോലും കൺഫ്യൂസ് ആകുന്നത്, എങ്ങനെ മറുപടി പറയണമെന്നറിയില്ല.